സർ, ആലപ്പുഴക്കാരിപ്പോൾ ഒരു ഉത്സവലഹരിയിലാണല്ലേ? അത് ഓണം വന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെയൊക്കെ അഭിമാനമായ വള്ളംകളിയുടെ ഒരു ആരവം മുഴങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന നിലയ്ക്ക് സർ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഈ വള്ളംകളിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്? വള്ളംകളി നമുക്കിപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, നമ്മുടെ ഒരു വികാരമാണ്, നമ്മുടെ ഒരു ആവേശമാണ്, നമ്മളുടെ എന്താണ് പറയുന്നത്, ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. പക്ഷേ മലയാളികളുള്ള, ഇപ്പോൾ ആലപ്പുഴ മാത്രമല്ല, മലയാളികളുള്ള എല്ലാ സ്ഥലത്തും ഇപ്പോൾ അതൊരു ഇൻ്റർനാഷണൽ ഇവൻ്റായി മാറി. നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമോൻ ഇവിടെ അത് കാണണം. എറണാകുളത്ത് അദ്ദേഹം വന്നതാണ്, എറണാകുളം ജില്ലാ കളക്ടർ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ട്രയൽ നടക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം അതിന് വേണ്ടി മാത്രം അവിടെ വന്ന് ഒരു ഹൗസ് ബോട്ട് എടുത്ത് അത് ഒരു ട്രയൽ കണ്ടിട്ട് ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് അത്രയും പോയത്. അപ്പം അത്രയേറെ ആവേശം ഉണ്ടാക്കുന്ന, അതിൻ്റെ അപ്പുറത്ത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ ആഘോഷമല്ല. ഒരു വർഷം മുഴുവനും ഒരു പ്രാക്ടീസ് നടത്തി വലിയ പണച്ചെലവുള്ള, എനിക്കിത് സ്പെഷ്യൽ തന്നെയാണ്, വെരി സ്പെഷ്യൽ. ഞാൻ ഫസ്റ്റാണ്, ഞാൻ ഇതുമായി സഹകരിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിൽ, NDBR ചെയർമാൻ എന്നുള്ള രീതിയിൽ. ഓക്കെ, അങ്ങനെ എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇതൊരു ജോലിയായിട്ട് എടുക്കുന്നില്ല, ഇതൊരു വലിയൊരു സന്തോഷത്തോടെ നമ്മൾ അതിൻ്റെ കൂട്ടായ്മയുടെ കൂടെ കൂടുന്നതാണ് ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണ നമ്മളൊരു സെക്കൻഡ് സാറ്റർഡേ, ഇതിപ്പം ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എത്ര പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്? സ്കൂൾ അടയ്ക്കുന്നു, ടൂറിസം തുടങ്ങുന്നു, വിദേശീയർ ഉൾപ്പെടെ, എങ്ങനെയാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്? ഇതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി നമ്മുടെ കമ്മിറ്റികളുടെ എല്ലാം മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അവിടുത്തെ വേദി ഏതാണ്ട് ഇന്ന് വൈകുന്നേരം അല്ലെ നാളെ കൊണ്ട് നമ്മൾ ഇത്തവണ ഒരു പ്രൊഫഷണൽ ഏജൻസിയും കൂടിയാണ് ഇൻവോൾവ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇത്തവണ ഈ വർഷം ഈ ഒരു ഇവൻ്റ് ഒരു ദിവസം ഒരു 3-4 മണിക്കൂറാണ് ശരിക്കും ഉള്ളത്. അതിലേക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ആളുകളുടെ എണ്ണം നമുക്ക് പരിമിതമാണ്. അതുകൊണ്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ഇത്തവണ ട്രയൽസും പബ്ലിക്കിന് കാണാൻ പാകത്തിന് കൊടുത്തിരുന്നു. വലിയ ആവേശത്തോടു കൂടിയാണ് ആൾക്കാർ ട്രയൽസ് ഉൾപ്പെടെ കണ്ടത്. നമ്മൾ ശരി കാണേണ്ടതാണ്. ഈ ട്രയലൊക്കെ കാണുമ്പോൾ നമുക്ക് ആവേശം ഒരു വേറൊരു ലെവലിലേക്ക് എത്തും. ശരിക്കും തുഴക്കാർ അവിടെയാണെങ്കിൽ കരയിലാണ് ആവേശം, കരയിൽ ആവശ്യമാണ്. കാണുമ്പോൾ നമ്മൾ അറിയാതെ ആവേശത്തിലേക്ക് എത്തിപ്പോകും. അതുപോലെയാണ് അവരുടെ ഒരു ഫോട്ടോയും അതിന്റെ ശരീരമൊക്കെ ഒന്നായി നമ്മളും അതുപോലെ നമ്മൾ അതിലേക്ക് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് ആ നിമിഷങ്ങൾ. സാറേ, ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടി എല്ലാത്തിനും കൃത്യമായ മുന്നൊരുക്കങ്ങളുണ്ട്. ഇയാള് വരുന്നു എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഈ ടിക്കറ്റ് ഓൺലൈൻ ആയിരുന്നു ഇത്തവണ. ടിക്കറ്റ് ഓൺലൈനിന്റെ റെസ്പോൺസ് ഒക്കെ എന്ന് പറയുന്നത് വലിയ റെസ്പോൺസ് ആയിരുന്നു. അതോടൊപ്പം അല്ലാതെ ആൾക്കാർ ഇതിലെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഇതൊരു ഓണത്തിനോടുകൂടെ ചേർന്ന് പോകുന്നതുകൊണ്ട് ഒരു ഇരട്ടി മധുരം ഉണ്ട് താനും. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. എപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല. എപ്പോഴും ആദ്യം വള്ളംകളിക്ക് ശേഷമാണ് ഓണം വരുന്നത്. അപ്പം അതിൻ്റെ ഒരു വൈബ് നമ്മുടെ ആലപ്പുഴയെ മുഴുവനും ഒരു ആഘോഷം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇവിടെ എല്ലാ വകുപ്പുകളും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നഗരസഭയുണ്ട്, DTPC ഉണ്ട്, മറ്റെല്ലാ വകുപ്പുകളും ഇതിനോട് ചേർന്നൊരു ആഘോഷമാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മുൻകാലങ്ങളിലൊക്കെ കുട്ടനാടിൻ്റെ മാത്രം ഒരു ഉത്സവമായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. കേരളത്തിൽ മുഴുവനുള്ള വള്ളങ്ങൾ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളത് തന്നെ വലിയ ഞാൻ അതിശക്തി പറയല്ലേ. എല്ലാ ജില്ലാ കളക്ടർമാരും എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾക്ക് കൂടെ വരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് അത് അവർക്കൊക്കെ അത്ര ഇഷ്ടവും ആവേശവും ഇതിനോടുണ്ടെന്ന് നമ്മളെ വലിയ സന്തോഷിപ്പിക്കുന്നതാണ്. നമ്മുടെ CM എന്തായാലും ഉണ്ട്, ബഹുമാനപ്പെട്ട CM ഉണ്ട്. കർണാടക CM വരുമെന്ന് ഏതാണ്ട് കൺഫേംഡ് ആയിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര ടൂറിസം ക്യാബിനറ്റ് മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ഇത് ഫൈനലൈസ്ഡായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ സുരേഷ് ഗോപി സാറ് മിക്കവാറും ഉണ്ടാവും. അത്തരത്തിലാണ് ഇപ്പം നമ്മൾ ഏതാണ്ട് അറേഞ്ച്മെന്റ് അങ്ങനെയാണ് സാർ. അതുപോലെ തന്നെ ഈ മുൻവർഷങ്ങളിലൊക്കെ നമ്മുടെ ഈ ഫോട്ടോ ഫിനിഷിങ്ങിൽ വരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം ഒന്ന് കുറ്റമറ്റതാക്കാനായിട്ട് ഈ പ്രശ്നം എന്തെങ്കിലുമൊക്കെ നമുക്കറിയാമല്ലോ, ഏതാണ്ട് ഇവർ വലിയ തുകയാണ് മുടക്കുന്നത്. അതിൽ അതേ പറഞ്ഞു, വലിയ തുകയാണ് ഇവർ മുടക്കുന്നത്. 1 കോടിയുടെ മേളിലൊക്കെ മുടക്കിയാണ് ഇവർ ഈ ആവേശത്തിന് വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്നത്. അതൊരു ചിലവായിട്ടൊന്നും അവരെടുക്കുന്നില്ല. പക്ഷേ ഒരു 5 ലക്ഷത്തിൽ താഴെയായിരുന്ന പ്രൈസ് മണി നമ്മൾ ഇത്തവണ 25 ലക്ഷവും പിന്നെ അതുപോലെ ബോണസും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. വളരെ അത്യാവശ്യമായിരുന്നു അത്. അപ്പം അങ്ങനെ വരുമ്പം ഇത്തവണ ആ കമ്മിറ്റിയിൽ പറഞ്ഞ പോലെ മത്സരം തീപാറും. സാറേ, അത് മാത്രമല്ല, ഈ ഫോട്ടോ ഫിനിഷിങ്ങിൽ നമ്മൾ അങ്ങേയറ്റം ജാഗ്രതയിലായിരിക്കണം എന്നുള്ളത്. അപ്പം അതിൽ നമ്മൾ ഇത്തവണ ഇവർക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരാനും ഇത് ട്രാൻസ്പെറൻ്റ് ആകാനും ഈ നമ്മുടെ
ക്യാപ്റ്റൻസ് ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ തന്നെ ഇവരെങ്ങനെയാണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇതിന്. അതായത് ഇത് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഒരു ഗൺ ഷൂട്ടുണ്ട്, അത് ഒരു ഇലക്ട്രോണിക് ഗണ്ണാണ്. പിന്നീട് സ്റ്റാർട്ടിങ്ങിന് എക്യുപ്മെൻ്റ് ഉണ്ട്. പിന്നെ ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാമറ ഔട്ടിൽ നിന്നാണ് ഈ ഫോട്ടോ ഫിനിഷ് എടുക്കുന്നത്. എന്നിട്ട് അതിലാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്ത് അതിൻ്റെ ടൈമിംഗ് എടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷൻ ഇത്തവണ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഉണ്ട്. പിന്നെ നമ്മളതിൽ ഈ ഔട്ട് നമ്മളൊരു LED TV കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത്തവണ. അപ്പോൾ ഫോട്ടോ ഫിനിഷിൻ്റെ സമയത്ത് തന്നെ അതിൽ ഒന്ന് ടൈമിംഗ്, അവരുടെ ടൈമിംഗ് LED ഡിസ്പ്ലേ ചെയ്യുന്ന നേരത്തിൽ നമ്മളൊരു പ്ലാനിങ് നടത്തുന്നുണ്ട് ഇത്തവണ. തീർച്ചയായിട്ടും അവർക്കും അറിയാൻ പറ്റും. അതിലൊരു അറ്റ്ലീസ്റ്റ് അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. വേറെ എന്തെങ്കിലും അതിലെന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാകാം. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ വള്ളപ്പാടകല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് മൈക്രോ സെക്കൻഡ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ട്രയലിൽ പോയിരുന്നു. ട്രയൽ ഒരു വലിയ മത്സരമാണ്. ഞാൻ ട്രയലിൽ പങ്കെടുത്തതാണ്, അതുകൊണ്ട് എനിക്കറിയാം അവരെങ്ങനെയാണ് എല്ലാ വള്ളം. ഞാൻ 2-3 വള്ളങ്ങളുടെ ഉള്ളിൽ കയറിയിരുന്നു. അപ്പോൾ അതിലൊക്കെ അവർ ഏതാണ്ട് അവരുടെ ടൈമിംഗ് ഒക്കെ വലിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇന്നലെ ഞങ്ങളുടെ റേഡിയോയിൽ നടുപ്പാഞ്ചുണ്ടൻ്റെ ലേഡി ക്യാപ്റ്റൻ വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ അവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറയുന്നു ഞങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ആങ്സൈറ്റിയിലാണ്. കാര്യം എല്ലാവരും അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തെ വെയിറ്റിംഗ് ആണ്, ഒരു വർഷത്തെ അവരുടെ പ്രിപ്പറേഷൻ്റെ വെയിറ്റിംഗ് ആണല്ലോ. സ്വാഭാവികമായിട്ട് അവരുടെ മത്സരവും മറ്റു കാര്യങ്ങളിലും അത്രയും ഉള്ളതുകൊണ്ട് തന്നെ അതിലെ റിസൾട്ടിൽ അവർ പറയുന്ന ചെറിയ ചെറിയ പരാതികൾ നമ്മൾ കുറ്റം പറയുന്നില്ല. അത് കുറ്റമറ്റ രീതിയിലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കരക്കാരെന്തായാലും ആവേശത്തിലാണ്. എന്തൊക്കെ പോരായ്മകളുണ്ടായാലും ജസ്റ്റ് അവർ എൻജോയ് ചെയ്തിട്ട് പോകും, അതുറപ്പാണ്. ഇതിൽ ഇപ്പം നമ്മൾ എത്ര മുന്നൊരുക്കം നടത്തുമ്പോഴും ഇത്രയും ആൾ കൂടുന്ന ഇത്രയേറെ വാശിയുള്ള മത്സരമായതുകൊണ്ട് അവർ ചെറിയ ചെറിയ പോരായ്മകൾ വേണേൽ ചൂണ്ടിക്കാണിക്കാം. നമ്മൾ പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ട്, വിമർശിക്കുന്നതിനെ നമ്മൾ കുറ്റം പറയുന്നില്ല, അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. ഞങ്ങൾ വിമർശനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നല്ലപോലെ. ഞങ്ങൾ മറുപടി പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ വിമർശനങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്. അത് കൃത്യമായി വിമർശനങ്ങളെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സാറേ, ഈ പ്രാവശ്യം 22 ചുണ്ടൻ വള്ളങ്ങൾ അല്ലേ? മൊത്തം 71 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സമയക്രമം 2:30 തുടങ്ങി 5:30 എങ്ങനെയെങ്കിലും തീർക്കാനുള്ള, അതെ, അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഒരു ശകലം പോലും സമയം കൂടി വരാതെ 5:30 തന്നെ തീർക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാറ് പറഞ്ഞു, ഗസ്റ്റുകളെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു അലപ്പി ചാനലും കൂടെ ഉണ്ട്. എന്താണ് സാറിൻ്റെ ഒരു മെസ്സേജ്, ഒരു ഓണത്തിൻ്റെ മെസ്സേജ്? ഇതിൽ ഞാൻ കേൾക്കാറുള്ളതാണ്. അച്ഛൻ പ്രത്യേകിച്ച് സംസാരിക്കുന്നത് വളരെ നന്നായി അച്ഛന് സംസാരിക്കാൻ അറിയാം. അപ്പോൾ അത് പല വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്നുണ്ട് അച്ഛൻ. അത് വളരെ ഡീപ്പായി അതിനെക്കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് ആൾക്കാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു നെയ്തലിൻ്റെ. അദ്ദേഹം നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ ടീമും ഈ നമ്മളുടെ ആലപ്പുഴ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴ റേഡിയോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ പ്രാദേശികമായ വിഷയങ്ങളെക്കുറിച്ച് നന്നായി അപഗ്രഥിച്ച് പഠിച്ചാണ് അവിടെ സംസാരിക്കുന്നതെന്നുള്ളത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. നന്നായിട്ട് തന്നെ കൊണ്ടുപോട്ടെ, ഏറ്റവും നന്നായി ഇത് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.